കൊച്ചി നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആഡംബര ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് കഴിഞ്ഞ അർദ്ധരാത്രിയിൽ എക്സൈസ് സംഘം ഗോശ്രീ പാലത്തിന് സമീപത്തെ പൂർവ്വ ഗ്രാൻഡ് ബേയിൽ എത്തുന്നത്. ഫ്ളാറ്റ് സമുച്ചയത്തിലെ 506 നമ്പർ ഫ്ളാറ്റായിരുന്നു എക്സൈസ് സംഘത്തിന്റെ ലക്ഷ്യം. ആ ഫ്ളാറ്റിൽ പ്രവേശിച്ച എക്സൈസ് അവിടെയുണ്ടായിരുന്ന 3 പേരിൽ നിന്നായി 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും കഞ്ചാവ് ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തു. കേസിനെ ലാഘവത്തോടെ കണ്ട ആ 3 പേരും ഒരു അഭ്യർത്ഥന എക്സൈസിന് മുന്നിൽ വെച്ചു: മാധ്യമങ്ങൾ അറിയരുത്. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ വിവരം പുറത്തായി. ആ വിവരം മലയാള സിനിമാ മേഖലയ്ക്ക് ഒരു ഞെട്ടലല്ലായിരുന്നു. എന്നാൽ സമൂഹത്തിന് അങ്ങനെയായിരുന്നില്ല. മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച 2 സംവിധായകരായിരുന്നു അറസ്റ്റിലായവർ. ഇപ്പോൾ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാന, തല്ലുമാല, ഉണ്ട എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ഖാലിദ് റഹ്മാനും ഭീമന്റെ വഴി, തമാശ എന്നീ ചിത്രങ്ങളുടെ സംവിധാനമായ അഷ്റഫ് ഹംസയുമായിരുന്നു അവർ. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗോശ്രീ പാലത്തിൻ്റെ സമയത്തുള്ള പൂർവ്വ ഗ്രാൻഡ് ബേ എന്ന ഫ്ലാറ്റിലെ 506 നമ്പർ ഫ്ലാറ്റിൽ നിന്നും കുറച്ച് കഞ്ചാവുമായിട്ട് നമ്മുടെ സിനിമാ ഫീൽഡിലെ 2 സംവിധായകർ, അതായത് ഒരാൾ അഷ്റഫ് എന്നാണ് പേര്, ഒരാൾ ഖാലിദ് റഹ്മാൻ, പിന്നെ അവരുടെ ഒരു സഹായം കൂടെ 3 പേരെ ഞങ്ങൾ കുറച്ച് കഞ്ചാവായിട്ട് പിടിച്ചിട്ട് കേസെടുത്തിട്ടുണ്ട്. ഖാലിദിനും അഷ്റഫിനും ഒപ്പമുണ്ടായിരുന്ന ഷാരിഫ് മുഹമ്മദിനെയും എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളാണ് ഇടനിലക്കാരിൽ നിന്ന് കഞ്ചാവ് വാങ്ങി എത്തിച്ചത്. ഇടനിലക്കാരനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും എക്സൈസ് അറിയിച്ചു. കഞ്ചാവ് പിടികൂടിയ ഫ്ളാറ്റ് പ്രമുഖ ഛായാഗ്രാഹകൻ സമീർ താഹിറിൻ്റെതാണ്. ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് സ്ഥിരം ലഹരി ഉപയോഗം നടന്നിരുന്നതായി വിവരമുണ്ട്. ചോദ്യം ചെയ്യാനായി സമീർ താഹിറിനെ വിളിച്ചു വരുത്തുമെന്നും എക്സൈസ് പറഞ്ഞു. NDPS ആക്ട് പ്രകാരം ഈ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്ലേസ് ആണെങ്കിലും ഒരു റൂമാണെങ്കിലും ഒരു വീടാണെങ്കിലും അതിന് സൗകര്യം ചെയ്തു കൊടുത്താൽ ആ NDPS നിയമത്തിൻ്റെ പരിധി വരും. അപ്പോൾ അത് പ്രകാരം നമ്മൾ അവരെ നോട്ടീസ് അയച്ച് വിളിച്ച് വരുത്തിയതിനു ശേഷം നമ്മൾ തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. പിടിയിലായവർ സ്ഥിരം കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. അറസ്റ്റിലായ 3 പേരെയും വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ലഹരി പിടികൂടിയ ഫ്ളാറ്റ് സിനിമാ നിർമ്മാണത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്ന സ്ഥലമാണ്. ഇത്തരം സ്ഥലങ്ങൾ ലഹരി കേന്ദ്രങ്ങളായി മാറുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. ആന്റണി ഗ്രിഗറിക്കും വേണുവിനും ബിനു പാമ്പയ്ക്കുമൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.